ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ് റൗഡി ജീത്തു ജോസഫിൻ്റെ സംവിധാനത്തിലിറങ്ങിയ പുതിയ ചിത്രമാണിത്. ഇന്ന് റിലീസായ ഈ സിനിമയിൽ കാളിദാസ് ജയറാമും അപർണ ബാലമുരളിയുമാണ് പ്രധാന വേഷങ്ങളിൽ. കുട്ടിക്കാലത്തുണ്ടായ നിർഭാഗ്യകരമായൊരു ദുരന്തത്തിൽ ജീവിതം തന്നെ കൈവിട്ടുപോയ അപ്പു എന്ന സുന്ദരനായ റൗഡി പയ്യൻ്റെയും അവൻ്റെ കൂട്ടുകാരായ കുറച്ച് റൗഡികളുടെയും കഥയാണ് മിസ്റ്റർ ആൻഡ് മിസ് റൗഡി. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കണ്ടിരിക്കാം, പക്ഷേ അതിനുമപ്പുറം ഒരു ഫീൽ തരാൻ സിനിമയ്ക്കായിട്ടില്ല. സിനിമയുടെ പോസിറ്റീവായ കാര്യങ്ങൾ നമുക്ക് ആദ്യം സംസാരിക്കാം. കൊച്ചിയുടെ പ്രാന്തപ്രദേശത്തെ ഗ്രാമീണമായൊരു അന്തരീക്ഷത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. കൊട്ടേഷൻ ഗുണ്ടകളും അത്യാവശ്യം അടിപിടിയും ഒക്കെയുള്ള ഈ ഗ്രാമത്തിൽ പല കാരണങ്ങൾ കൊണ്ട് കുടുംബക്കാരും നാട്ടുകാരുമൊക്കെ പടിയടച്ച് പിണ്ടം വച്ച 5 ചെറുപ്പക്കാരുടെ കഥ വളരെ നർമ്മഭാവനയോടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്ന ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസ് റൗഡി. ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സംവിധായകൻ ജീത്തു ജോസഫിൻ്റെ ഭാര്യ ലിൻഡ ജീത്തുവാണ്. മലയാള സിനിമയിലേക്ക് ഒരു വനിതാ തിരക്കഥാകൃത്തിനെ കൂടി ലഭിച്ചു എന്ന് പറയാമെങ്കിലും നിരവധി പരിമിതികൾ, പരാധീനതകൾ സിനിമയിലുണ്ട്. തട്ടിക്കൂട്ടിയൊരു കഥയും അവതരണവും, ഇത്തരമൊരു ഫീലാണ് പൊതുവെ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ബാക്കിയാകുന്നത്. ക്ലൈമാക്സിൽ മികച്ചൊരു ട്വിസ്റ്റ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കാതെ അവസാനിക്കുകയാണ്. ദൃശ്യം എന്ന മലയാളത്തിലെ എക്കാലത്തെയും ശ്രദ്ധേയമായ സിനിമ സംവിധാനം ചെയ്ത ജീത്തു ജോസഫാണോ ഈ സിനിമ സംവിധാനം ചെയ്തതെന്ന് പല ഭാഗത്തും നമ്മൾ സംശയിച്ചു പോകും. അത്രയ്ക്കും നിരാശയാണ് സിനിമ സമ്മാനിക്കുന്നത്. മാത്രവുമല്ല, മലയാളത്തിന് ഒരുപിടി മികച്ച സിനിമകൾ സംഭാവന ചെയ്തിട്ടുള്ള ഗോകുലം മൂവീസ് എന്ന ബാനർ, ദൃശ്യം പോലുള്ള മികച്ച സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്ത ജീത്തു ജോസഫ് എന്ന സംവിധായകൻ, ഇവരുടെ ഒത്തുചേരലിൽ പ്രേക്ഷകർ വലുതായി എന്തെങ്കിലും പ്രതീക്ഷിച്ചു പോയാൽ കുറ്റം പറയാനാകില്ല. ഇത്തരമൊരു പ്രതീക്ഷയ്ക്കൊത്തുയരാൻ മിസ്റ്റർ ആൻഡ് മിസ് റൗഡിക്ക് സാധിച്ചില്ല എന്നതാണ് പ്രധാന പരിമിതി. സിനിമ കണ്ടിറങ്ങുമ്പോൾ അപർണ ബാലമുരളിയുടെ മികച്ച പെർഫോമൻസ് മാത്രമാണ് ബാക്കിയാകുന്നത്. ചിത്രത്തിൽ നായകനായി അഭിനയിച്ചിരിക്കുന്ന കാളിദാസ് ജയറാമിൻ്റെ പെർഫോമൻസിലും പരിമിതികൾ നിരവധിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ് പല സ്ഥലത്തും പെർഫെക്ഷൻ്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. കാളിദാസ് ജയറാമിനും അപർണ ബാലമുരളിക്കും പുറമെ ഗണപതി, വിഷ്ണു ഗോവിന്ദൻ, സായികുമാർ, വിജയരാഘവൻ, മേഘനാഥൻ, എസ്തർ തുടങ്ങിയ നിരവധി താരങ്ങൾ ചിത്രത്തിലുണ്ട്. സതീഷ് കുറുപ്പാണ് ഈ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. അരുൺ വിജയുടേതാണ് സംഗീതം. അയ്യൂബ് ഖാനാണ് മിസ്റ്റർ ആൻഡ് മിസ് റൗഡിക്ക് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഒരു കോമഡി എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമ തന്നെയാണ് ഇത്. ജീത്തു ജോസഫിൻ്റെ സിനിമ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസിനും ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. മിസ്റ്റർ ആൻഡ് മിസ് റൗഡിക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 2.75 ഔട്ട് ഓഫ് 5 ആണ്. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി അല്ലെങ്കിൽ ഒരു സിനിമ വിശേഷവുമായി വീണ്ടും തിരിച്ചു വരാം. അതുവരെ ബൈ.